ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി മിനിസ്റ്ററുടെ മറ്റു വിശേഷങ്ങൾ അറിയാം. മിനിസ്റ്റർ 70കളുടെ തുടക്കത്തിൽ വിദേശത്ത് പോയി പഠനമൊക്കെ കഴിഞ്ഞിട്ട്, അതിനുശേഷം 80കളുടെ തുടക്കത്തിൽ സ്വന്തം ബിസിനസ് തുടങ്ങി അല്ലേ? ഇപ്പോഴാണ് ഒരു സിനിമ എന്നുള്ളൊരു മോഹം, സിനിമ നിർമ്മിക്കണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായത്? ഞാൻ ബേസിക്കലി കലയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പാട്ട് അതുപോലെ തന്നെ സംഗീതത്തിന് എനിക്ക് വളരെ താല്പര്യമുണ്ട്. പാടാൻ കഴിയില്ല, നല്ല പാട്ടുകൾ ആസ്വദിക്കാൻ കഴിയും. അഭിനയം ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ നാടകത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ചെറിയ ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഇത് മനസ്സിൽ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഇവിടെ തന്നെ ഞാൻ ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന് എൻ്റെ ഉമ്മയൊക്കെ ഹജ്ജിന് പോയ ഒരു സമയം ഞാൻ 2-3 മാസം ഇവിടെ തുടർച്ചയായിട്ട് നിൽക്കാനിടയായി. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ A.T. അബു, അദ്ദേഹത്തിൻ്റെ പടമാണ് ധ്വനി എന്ന് പറഞ്ഞ പടമാണ് ആദ്യത്തെ സിനിമ. അതിന് മ്യൂസിക്കിന് വളരെ വലിയ പ്രാധാന്യം നൽകിയാണ് നൗഷാദ് സാബ്. അദ്ദേഹം ആദ്യമായിട്ട് മലയാളത്തിൽ ചെയ്ത ഗാനങ്ങളാണ്. 6 പാട്ടുകളും സൂപ്പർ ഹിറ്റ് സോങ്സ് ആയിരുന്നു, ഇപ്പോഴുമാണ്. എവർ ഗ്രീൻ സോങ്സ് ആണത്. അപ്പോൾ അത് മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. സിനിമ ചെയ്ത് കഴിഞ്ഞു, ഒരു സിനിമ നടത്തി. അപ്പോഴേ വീണ്ടും അങ്ങനെയാണ് അത് കൂടിപ്പോയി. 10-17 സിനിമകളും എടുത്തു. പ്രേംനസീറിൻ്റെ അവസാനത്തെ പടം. അത് മാത്രമല്ല ജയറാം അന്ന് ഒരു രണ്ടാമത്തെ പടമാണ്, ജയറാമിൻ്റെ രണ്ടാമത്തെ പടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ ധാരാളം ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ കാലമായിട്ട് ജയഭാരതി മടങ്ങി വന്നൊരു പടമാണത്. അങ്ങനെ വലിയ വ്യത്യാസങ്ങളുള്ളൊരു പടമാണ്. ജയറാമും പാർവതിയും കൂടുതൽ പരിചയപ്പെടുന്നു, കല്യാണം കഴിക്കാനുള്ള ഇതിനൊക്കെ ധ്വനി സമയത്താണ്. ആ തുടക്കം അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ജയറാമിൻ്റെയും പാർവതിയുടെയും വേറൊരു പടം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഊട്ടിയിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന എൻ്റെ തന്നെ ഒരു പടം. അന്നാണ് അവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് രാധാമാധവൻ. അതിൽ ചെറിയ അത് ഞാൻ പറഞ്ഞ ഒരു നിർബന്ധിതനായിപ്പോയി. ഒരു ആക്ടർ അന്ന് വരാൻ ഉദ്ദേശിച്ചിരുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിപ്പെടാൻ പറ്റിയില്ല. എല്ലാം ഞങ്ങൾ ഇത് ചെയ്തു വരുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു, പക്ഷെ വന്നില്ല. അപ്പോൾ എന്നെ നിർബന്ധിച്ച് അന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ലോഹിതദാസ്, അദ്ദേഹം എന്നെ നിർബന്ധിച്ച് നിങ്ങളവിടെ നിന്ന് കൊടുത്താൽ മതി എന്ന വലിയ നിന്നാ. അപ്പോൾ അഭിനയിക്കുകയാണെങ്കിൽ വലിയ റോളുകൾ അഭിനയിക്കാൻ താല്പര്യം ഞാൻ ഇതാണ്. പക്ഷേ അതെൻ്റെ ഒരു ഇതല്ല. കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കാതെ എൻ്റെ കുടുംബത്തിനൊന്നും ചിലപ്പോൾ അത്ര വലിയ താല്പര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാനതങ്ങനെ അവോയ്ഡ് ചെയ്യായിരുന്നു. പക്ഷേ അത് ഫിലിം ഫീൽഡ് ഒരു 10-17 നല്ല പടങ്ങളെടുത്തു. കുറേ പടങ്ങൾ സൂപ്പർ ഹിറ്റുകളായി. കുറേ കലാമൂല്യമുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. അതാണ് പ്രധാനം. മാക്ക ഒരു ബ്രാൻഡായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ. മമ്മൂട്ടിയുടെ എല്ലാ പടങ്ങളും, കുറേ മമ്മൂട്ടി പടങ്ങൾ. അല്ലല്ല, അങ്ങനെ മമ്മൂട്ടി ഒരു പടം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ ബന്ധം പുലർത്തി. അദ്ദേഹം കൂടുതൽ ഒരു നല്ല സ്നേഹിതനായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ മമ്മൂട്ടി പടങ്ങൾ എടുത്തുന്നുള്ളൂ. ആദ്യത്തെ പടം പുറപ്പാട്. അതെ. പിന്നെ മമ്മൂട്ടിയുടെ സൂര്യമാനസം, അതുപോലെ തന്നെ മഹാനഗരം, അങ്ങനെ കുറേ പടങ്ങൾ മമ്മൂട്ടിയുടെ. ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി, കിങ് ആയിരുന്നാലും സൂപ്പർ ഹിറ്റ് പടം. അമരം, അങ്ങനെ കുറച്ചു കാലം പോയി. പിന്നെ സിനിമ ഇനി അത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ മറ്റേ പൊളിറ്റിക്സ് കൂടി വന്നല്ലോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പലപ്പോഴും സിനിമ എടുക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് അഡ്വൈസ് ചെയ്യാം, 3 സിനിമ നിർബന്ധമായിട്ട് എടുക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടുള്ളൂ, അല്ലെങ്കിൽ ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും അവരോട് അഡ്വൈസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സിനിമകൾ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് സിനിമയിൽ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, സാമ്പത്തികം അത് ഫൈനാൻഷ്യലി നഷ്ടമാണ്. പക്ഷേ അത് കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. സിനിമ കൊണ്ട് കുറേ ഉണ്ടല്ലോ, അത് കുറേ എക്സ്പീരിയൻസ്, ബിസിനസ്മാൻ എന്നുള്ള നിലയിൽ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പിന്നെ ജനങ്ങളുമായി ഇടപഴകുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, ഓഫ് കോഴ്സ്. അതല്ലാതെ സാമ്പത്തികമായിട്ട് ഫൈനാൻഷ്യലി ഇറ്റ് ഈസ് എ ലോസ്. ഇപ്പോൾ ആ സിനിമയുടെ നല്ല കാലം വീണ്ടും വന്നിരിക്കുകയാണ്. ന്യൂ ജനറേഷൻ സിനിമകൾ വരുന്നുണ്ട്, ചെറിയ ലോ ബഡ്ജറ്റ് ചിത്രങ്ങൾ വരുന്നുണ്ട്. ഈ സമയത്ത് ആരെങ്കിലും സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഉണ്ട്, നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്ക് വന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ ഒന്ന് ആലോചിക്കുമോ ഇതിനെപ്പറ്റി? അല്ല, ഞാൻ ഡെഫിനറ്റായിട്ട് അത് ആലോചിക്കുന്നത്. ഞാൻ കൂടുതലും കാരണം ഇപ്പോൾ അതിലെ ട്രെൻഡ് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളാണ് അഭിനയിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ തന്നെ വാത്സല്യം തോന്നും, അവരോടൊരു വലിയ രസം തോന്നും. വളരെ നാച്ചുറലായിട്ടാണ്, വേറൊരു ഇതില്ല. ഒരാൾ നമ്മളിപ്പം പ്രേക്ഷകരുടെ അവരുടെ ടേസ്റ്റ് മാറി, ഇന്ന ആളെന്നെ അഭിനയിക്കണം എന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒരു സിനിമ എടുക്കാൻ ഇപ്പോഴത്തെ ഒരു നിലയിൽ ഇപ്പോൾ എനിക്ക് കഴിയില്ല. കാരണം ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈം പടമാണ്. നമ്മളതിൻ്റെ സ്ക്രിപ്റ്റിൽ, സ്റ്റാർ കാസ്റ്റിങ്ങിൽ, അതുപോലെ തന്നെ ലൊക്കേഷൻ സെലക്ടിങ്ങിൽ, അതുപോലെ തന്നെ എന്തെല്ലാം തുടക്കം മുതൽ അവസാനം വരെയുള്ള പെട്ടി തിയേറ്ററിൽ എത്തിക്കുന്നവരെയുള്ള ആ സമയങ്ങളിലൊക്കെ ഞാൻ ഇൻവോൾവ് ആയിരുന്നു. 24 hours ജോലിയാണ്. അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഇത് പറ്റില്ലല്ലോ. അപ്പോൾ രണ്ടും കൂടി ഒരിക്കലും മിങ്കിൾ ചെയ്ത് പോവില്ല. അതുകൊണ്ടാണ് ഞാൻ സിനിമ സങ്കടത്തോടെ ഉപേക്ഷിച്ചത്. ഇപ്പോൾ ഈ ഒരു നല്ല വിശേഷ ദിവസം കുറച്ച് സമയം മിനിസ്റ്ററുടെ കൂടെ കുടുംബത്തിലെല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി, എല്ലാവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക്. അതുപോലെ ഈ ദിവസത്തിൻ്റെ ഈ ഒരു പെരുന്നാൾ ആശംസകൾ ഞാൻ എൻ്റെ പേരിലും മീഡിയ വണ്ണിൻ്റെ പേരിലും
മിനിസ്റ്റർക്ക് നേരുന്നു. താങ്ക് യു വെരി മച്ച്. മീഡിയ വണിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ബക്രീദ് ആശംസകൾ.